കണ്ടക ശനി. ശനി ഒരു ജാതകന്റെ ജീവിതത്തിൽ വരുത്തുന്ന പ്രത്യേക സഞ്ചാര കാലഘട്ടങ്ങളിലൊന്നാണ് കണ്ടക ശനി. കണ്ടകൻ എന്നാൽ കാലൻ അല്ലെങ്കിൽ ശത്രു എന്നൊക്കെയാണ് അർത്ഥം. ജന്മരാശിയിൽ നിന്നോ ജന്മലഗ്നത്തിൽ നിന്നോ ചില പ്രത്യേക ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഈ ദോഷം ഉണ്ടാകുന്നത്. കണ്ടക ശനിയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇനി പറയാം. എപ്പോഴാണ് കണ്ടക ശനി വരുന്നത്? നിങ്ങളുടെ ജന്മരാശിയിൽ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നോ ലഗ്നത്തിൽ നിന്നോ ശനി ഇനി പറയുന്ന ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടക ശനി അനുഭവപ്പെടുന്നു. 1. ഒന്നാം ഭാവം ജന്മശനി. ശനി നിങ്ങളുടെ രാശിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന കാലം. 2. നാലാം ഭാവം സുഖസ്ഥാനത്ത് ശനി വരുന്നത്. 3. ഏഴാം ഭാവം കളത്രസ്ഥാനത്ത് ശനി വരുന്നത്. 4. 10ാം ഭാവം കർമ്മസ്ഥാനത്ത് ശനി വരുന്നത്. ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് നിൽക്കുന്നത്. അതിനാൽ കണ്ടക ശനിയുടെ കാലയളവ് 2.5 വർഷമാണ്. കണ്ടക ശനിയുടെ പ്രധാന ഫലങ്ങൾ. കണ്ടക ശനി പന്തലിൽ കെട്ടും എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അതായത് വിചാരിക്കാത്ത തടസ്സങ്ങൾ ഉണ്ടാകാം എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രധാന ഫലങ്ങൾ ഇവയാണ്. തൊഴിൽ തടസ്സങ്ങൾ. 10ാം ഭാവത്തിൽ ശനി വരുമ്പോൾ ജോലിയിൽ അനാവശ്യമായ തർക്കങ്ങൾ, സ്ഥലം മാറ്റം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യത എന്നിവ ഉണ്ടാകാം. മാനസിക വിഷമം, അനാവശ്യമായ ചിന്തകൾ, ഭയം, ഉറക്കമില്ലായ്മ എന്നിവ അനുഭവപ്പെടാം. കുടുംബ പ്രശ്നങ്ങൾ. 7ാം ഭാവത്തിലെ ശനി പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ. സന്ധിവേദന, കാലുകൾക്ക് പരിക്കേൽക്കുക, ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടം. 4ാം ഭാവത്തിൽ ശനി വരുമ്പോൾ വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് അനാവശ്യ ചിലവുകൾ വന്നേക്കാം. DNA ആസ്ട്രോളജിയിലെ കാഴ്ചപ്പാട്. DNA ആസ്ട്രോളജി പ്രകാരം കണ്ടകശനി എന്നത് നിങ്ങളുടെ പൂർവികർ ചെയ്ത ചില കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ്. ഈ കാലഘട്ടത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്കും സത്യസന്ധമായി ജീവിക്കുന്നവർക്കും ശനി വലിയ ദോഷങ്ങൾ വരുത്തില്ല. മറിച്ച് തെറ്റായ വഴിയിലൂടെ പോകുന്നവർക്ക് കർശനമായ ശിക്ഷ നൽകുകയും ചെയ്യും. പരിഹാരങ്ങൾ. കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഉത്തമമാണ്. ശാസ്താഭജനം. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക. നീരാജനം വഴിപാട് കഴിക്കുക. ഹനുമാൻ ചാലിസ. ഹനുമാൻ ഭജനം ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും. ദാനധർമ്മങ്ങൾ. പാവപ്പെട്ടവർക്കോ ഭിക്ഷാടകർക്കോ ഭക്ഷണം നൽകുക. കറുത്ത എള്ള്, ഇരുമ്പ് പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. മുതിർന്നവരെ സേവിക്കുക. പ്രായമായവരെ സഹായിക്കുന്നത് ശനിയെ പ്രീണിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി.